കൊലപാതകത്തിനായി പെൺവേഷം കെട്ടി യുവാവ് പിടിയിലായ വാർത്ത ഇന്നലെ ഇതേ സമയം ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടതാണ്. പൊളിഞ്ഞുപോയ കൊലപാതക ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂരിൽ പിടിയിലായ പ്രസാദ് പെൺവേഷം കെട്ടിയത് പോലീസിനെ പറ്റിക്കാനാണ് എന്നാണ് കണ്ടെത്തൽ. പെൺവേഷം ധരിച്ച് പ്രസാദ് സ്കൂട്ടറിൽ കറങ്ങുന്നത് നാട്ടുകാർ കണ്ടതാണ് പ്രതിയെ കുടുക്കിയത്. പ്രസാദുമായുള്ള ചിത്രങ്ങൾ യുവതി ഭാര്യയ്ക്ക് അയച്ചതാണ് പകയ്ക്ക് കാരണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസ്, 5 പേരാണ് ഈ സ്ത്രീയെ കൊല്ലുന്നതിനായി അവിടേക്ക് എത്തിയത്. അപ്പോൾ പിടിക്കപ്പെടാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനുമാണ് പെൺവേഷം കെട്ടിയത്. പക്ഷേ അതുതന്നെയാണ് പ്രസാദിന് കുരുക്കായത്. അതുതന്നെയാണ് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ഇയാളിലേക്ക് എത്തിച്ചതും പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചതും. ആ സമയത്ത് തന്നെ ഇയാൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകത്തിന്റെ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഈ പെൺസുഹൃത്തും ഇയാളും തമ്മിൽ എത്ര നാളായി സൗഹൃദത്തിലാണ്? എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? എന്തായിരുന്നു പ്രശ്നം? ഷിയാസ്, വളരെ ഞെട്ടിക്കുന്നതും ഒപ്പം തന്നെ കൗതുകം തോന്നിപ്പിക്കുന്നതുമായ ഒരു ആസൂത്രിതമായ ഒരു വധശ്രമമാണ് ഗുരുവായൂർ പോലീസ് കണ്ടെത്തി പൊളിച്ചത്. ഇന്നലെ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ചാണ് ഒരാളെ പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുക്കുന്നത്. തൊടുപുഴ മുട്ടം സ്വദേശിയായ പ്രസാദ് എന്നൊരാളെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ സാധാരണ വേഷത്തിലായിരുന്നില്ല, പെൺവേഷം കെട്ടിയ നിലയിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇയാളുടെ കൂട്ടാളികളായ 4 പേരെ കൂടി പോലീസ് മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. തൊടുപുഴ സ്വദേശികൾ തന്നെയായ ആദർശ്, ബിനീഷ്, ഷാഹിദ്, സ്റ്റീഫൻ എന്നിവരായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ പ്രസാദിന്റെ ഒരു പെൺസുഹൃത്തിനെ കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനായാണ് ഇവർ ഗുരുവായൂരിലെത്തിയത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഈ പ്രസാദും ഒപ്പം തന്നെ തൊടുപുഴ സ്വദേശിയായ ഒരു യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. കാലങ്ങളായി അവർ അടുപ്പത്തിലായിരുന്നു. ഇതിനിടയിൽ ഈ തൃശ്ശൂരിലെ സ്പായിൽ ജോലി ചെയ്യുന്ന ഈ യുവതി പ്രസാദുമായി അകന്നു. അതിന് പിന്നാലെ പ്രസാദും ഈ യുവതിയും തമ്മിലുള്ള ചിത്രങ്ങൾ, ഒപ്പമുള്ള ചിത്രങ്ങൾ പ്രസാദിന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രസാദിന് യുവതിയോടൊരു വൈരാഗ്യം തോന്നുന്നത്. അങ്ങനെ യുവതിയെ അപായപ്പെടുത്തുന്നതിനായി ആദ്യഘട്ടത്തിൽ തൃശ്ശൂരിൽ യുവതി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ പ്രസാദും സംഘവും പിന്തുടരുന്നത് അറിഞ്ഞ യുവതി അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിലാണ് ഈ യുവതി താമസിച്ചിരുന്നത്. ഈ ഹോസ്റ്റലിലേക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തേക്ക് പ്രസാദും സംഘവും യുവതിയെ പിന്തുടർന്ന് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ യുവതിയെ കൊലപ്പെടുത്താനായി ഹോസ്റ്റലിലേക്ക് കയറിപ്പറ്റാനായി ആദ്യഘട്ടത്തിൽ പെൺവേഷം കെട്ടുന്നത്. അങ്ങനെ ഈ പെൺവേഷം കെട്ടി ഹോസ്റ്റലിനകത്ത് പ്രവേശിച്ചുകൊണ്ട് അവിടെ കൊലപാതകം നടത്തി പോലീസിനെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് മുങ്ങാനായിരുന്നു പ്രസാദിന്റെയും സംഘത്തിന്റെയും പദ്ധതി എന്നത്. പക്ഷേ അതിനിടയിൽ പോലീസ് ഈ കാര്യങ്ങൾ കണ്ടെത്തി സംശയാസ്പദമായ നിലയിൽ പ്രസാദിനെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ പദ്ധതി പൊളിയുകയും ചെയ്തു. ഈ പ്രസാദിനും ഒപ്പം തന്നെ പിടിയിലായ ആദർശിനുമെതിരെ വധശ്രമം അടക്കം 20ലധികം കേസുകൾ നിലവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രസാദിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തൊടുപുഴ സ്വദേശിയായ യുവതിയെ പോലീസ് കണ്ടെത്തി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കൊലപാതക ശ്രമമാണ് നടന്നത്. ഒരുപക്ഷെ ഈ പെൺവേഷം കെട്ടിയ പ്രസാദും സംഘവും ഈ ഹോസ്റ്റലിനകത്ത് കയറി പറ്റിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. അത്തരത്തിൽ വലിയൊരു സംഭവത്തിലേക്ക് അത് മാറുകയായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ പോലീസ് ഈ പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തു. ഒപ്പം തന്നെ അവരുടെ കൊലപാതക ശ്രമം പൊളിയുകയും ചെയ്തു. ശരി ഷബാസ്, എന്നാണെങ്കിലും പ്രസാദിന്റെ പ്ലാനിങ്ങും പെൺവേഷവും എല്ലാം പാളി. അങ്ങനെ പ്രസാദ് പിടിയിലായി.